ഇന്ന് അവിടുത്തെ കമ്പ്യൂട്ടർ ഉണ്ട്, അവിടെയുള്ള സ്റ്റോക്ക് എത്ര ഉണ്ട്, ഇവിടെയുള്ള സ്റ്റോക്ക് എത്ര ഉണ്ട്. ഇപ്പം ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പനിക്കൊക്കെ. ഇത്രയൊക്കെ സിസ്റ്റം ഉണ്ടായാലും അതിൽ ഒരുപാട് പ്രശ്നങ്ങളാണ്. ഇന്ന് ഇവിടെ അന്ന് അവർക്ക് നമ്മുടെ അവിടെ നിൽക്കുന്ന സമയത്ത് മൈസൂരിൽ എന്ത് നടക്കുമെന്ന് അറിയാൻ യാതൊരു മാർഗമില്ലാത്ത സമയത്ത് കൃത്യമായി അത് ഇവിടെ വിതരണം ചെയ്തു എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത ആളുകളെടുത്ത് അന്നുണ്ടായിരുന്ന സിസ്റ്റം എന്തായിരുന്നു. നമ്മൾ നല്ലൊരു സ്റ്റോറിയിൽ നിന്നാണ് വന്നത്. 3 കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു. 4ാമത്തെ ഒന്നുണ്ട് ഗത കൂടി. അതെ, അതും കൂടി ഒന്ന് ഇലാബറേറ്റ് ചെയ്താൽ നന്നാവും. ഇത് നല്ലൊരു സ്റ്റോറി പോലെ ആകുമ്പോൾ നല്ല രസമുണ്ടല്ലോ, നമുക്ക് മൈൻഡിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ളതുകൊണ്ട്. അതുകൊണ്ടാണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കേട്ട ഒരു കാര്യം എന്നുള്ള രീതിയിൽ അത് മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്ത് നിൽക്കുന്നത്. ഒരു പക്ഷെ നമ്മുടെ പ്രേക്ഷകർക്കും കാണുന്ന ആളുകൾക്കും ഇത് സ്ട്രൈക്ക് ചെയ്ത് നിൽക്കുന്നുള്ളത് തന്നെയാണ്. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞത് ശംഖ്, രണ്ടാമത്തത് സുദർശൻ ചക്ര റിവ്യൂ, 3ാമത്തത് താമര റിവാർഡിന് വേണ്ടിയിട്ട്, റിവാർഡിന് അപ്രീസിയേഷന് വേണ്ടിയിട്ട്. 4ാമത്തെ വരുന്നതാണ് ഗത. അപ്പോൾ നമ്മൾ ഈ സിസ്റ്റം എല്ലാം നമ്മൾ കറക്റ്റായിട്ട് കൊണ്ടുവന്നതിനോടൊപ്പം തന്നെ സിസ്റ്റം ബ്രേക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻസ് ബ്രേക്ക് ചെയ്യുന്ന ആളുകളോ ഉണ്ടെങ്കിൽ അവരെ നേരായ ദിശയിൽ കൊണ്ടുവരിക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വാഹനത്തിന് 4 ചക്രമുണ്ട്. ഈ ചക്രത്തിൽ ഏതെങ്കിലും ഒന്ന് പഞ്ചറായി കഴിഞ്ഞാൽ നമ്മൾ ആ വാഹനം പോസ് ചെയ്യേണ്ട, അവിടെ നിർത്തേണ്ട സ്ഥിതിയാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ ഈ കറക്ഷൻ എന്ന് പറയുന്നത്. ഈ കറക്ഷനുള്ള സ്പാനറാണ് നമ്മളുടെ ഗത എന്ന് പറയുന്നത്. ഗത എന്ന് പറയുന്നത് അടിക്കണം എന്ന് പറയുമ്പോൾ അവിടെ ലിറ്ററലി അടിക്കുക എന്നുള്ളതല്ല, ആക്ഷൻസ് എടുക്കുക. ആ ലൂസായി കിടക്കുന്ന നട്ട് ഏതാണോ അല്ലെങ്കിൽ ആ പഞ്ചറായി കിടക്കുന്ന എന്താണോ അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനം സുഗമമായിട്ട് പോകും. നിരന്തരമായ കറപ്ഷൻസ്, അത് നിരന്തരമായിട്ടുള്ള കറക്ഷൻസ് തന്നെ. ഈ റിവ്യൂ നടക്കുന്നതിൻ്റെ ബാക്കി പത്രമാണത്. റിവ്യൂ നടത്തി അവിടെ അങ്ങനെ ഒന്ന് ഇവിടെ അങ്ങനെ പോകുന്നു, ഓക്കെ. കറക്ഷൻസ് നല്ല പറയാം, അപ്ഡേഷൻ എന്നാണ് പറയാം. അപ്ഡേഷൻ ആണത്. അതെ, തെറ്റ് കാണുമ്പോൾ അലൈൻമെന്റ് കറക്റ്റ് ആക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ചില കാര്യങ്ങൾ, ഇപ്പം ഒരു ചെറിയൊരു നോയ്സ് കേൾക്കുന്നു, അത് ഓയിൽ കൊടുക്കേണ്ടതാണ്, പക്ഷെ ഇപ്പം തന്നെ കൊടുത്തോളണമെന്നില്ല, നമ്മുടെ തീരുമാനമാണത്. മനസ്സിലായില്ലേ? പ്രയോറിറ്റി സെറ്റ് ചെയ്യണം. നമ്മൾ പ്രയോറിറ്റി മെട്രിക്സ് അറിയാലോ. ഇമ്പോർട്ടൻ്റ് ആണ്, അർജൻ്റ് ആണ് എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് എടുക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്, അർജൻ്റ് അല്ല, ഇത് ഓയിൽ കൊടുക്കേണ്ടതാണ് പക്ഷെ ഇപ്പോൾ അർജൻ്റ് അല്ല, അപ്പം നമ്മൾ വാഹനം നിർത്തേണ്ട ആവശ്യമില്ല. ആ പോകുന്ന ഇതിൽ എപ്പോഴാണോ നമുക്കൊരു ടൈം കാണുന്നത് ആ ടൈമിൽ നമ്മൾ എടുത്ത് കാണിക്കുക എന്നുള്ളത്. പക്ഷേ ഇതൊക്കെ തന്നെയും ഈ സിസ്റ്റം, ഈ ഗതയാണ്. കറക്ഷൻസ് കൊണ്ടുവരിക, അലൈൻമെൻറ്റ് പ്രോപ്പറാക്കുക, മോട്ടിവേറ്റ് ചെയ്യേണ്ടടുത്ത് അവരെ മോട്ടിവേറ്റ് ചെയ്യുക. എന്താണ് അതിനൊരു സൊല്യൂഷൻ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള നമ്മളുടെ സിസ്റ്റമാറ്റിക് കമ്പനിയിൽ ഇപ്പോൾ ഈ ഗത അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പണിഷ്മെൻറ്റ് അല്ലെങ്കിൽ ഈ കറപ്ഷൻസ് സിസ്റ്റമാറ്റിക് കമ്പനിയിൽ നമുക്ക് നടത്തുന്ന രീതികൾ എന്തെങ്കിലും പറയാൻ പറ്റും? ഡിസിപ്ലിൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എഴുതി കൊടുക്കണം, എല്ലാം എഴുതിയിരിക്കണം. നമ്മൾ ആ ഡിസിപ്ലിനിൽ പല സ്റ്റാൻഡേർഡ്സ് നമ്മൾ സെറ്റ് ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒന്നും വേണ്ട, അറ്റൻഡൻസ്, ഇപ്പോൾ ലോഗിൻ ടൈം ഗേറ്റ് കീപ്പർക്ക് ഒരു പക്ഷേ 8 മണിയായിരിക്കും, എംപ്ലോയീസിന് 9 മണിയായിരിക്കും, നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നവർക്ക് 10 മണി, രാത്രി 10 മണിയായിരിക്കും. അപ്പോൾ ഇങ്ങനെ പല സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. പക്ഷേ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ലോഗിൻ സമയത്ത് കറക്റ്റ് കയറിയിരിക്കണം. എല്ലാവരും ഒരുമിച്ച് കയറണം എന്നല്ല പറഞ്ഞത്. ലോഗിൻ സമയത്ത് എല്ലാവരും അവരുടെ ഷിഫ്റ്റ് ടൈമിൽ ലോഗിൻ സമയത്തിന് 1 മിനിറ്റ് മുന്നേ അല്ലെങ്കിൽ ആ സമയത്തേക്ക് അവരവരുടെ വർക്കിൽ ഹാജരാവണം. നമ്മൾ ആദ്യം കൃത്യമായി അവർക്ക് എഴുതി കൃത്യമായി നമ്മൾ കൊടുക്കണം, കൃത്യമായിട്ട് കൊടുക്കണം. അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതും കൃത്യമായി കൊടുക്കുന്നതോടുകൂടെ ഇത് വയലേറ്റ് ചെയ്താൽ എന്തായിരിക്കും എന്നുകൂടെ നമ്മൾ അവർക്ക് കൊടുക്കണം. അതെ അല്ലേ? ഇപ്പോൾ നമ്മളൊക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ കൃത്യമായി അത് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴാണ് ഞാനത് വയലേറ്റ് ചെയ്താൽ എന്ത് എന്നുള്ളതും കൂടെ നമ്മൾ ആഡ് ചെയ്തത്. അതിനൊരു കാരണമുണ്ട്. ഇപ്പം നമ്മളൊക്കെ ഇവിടെ UAE ജീവിക്കുന്ന ആളുകളാണ്. ഇപ്പം നമ്മൾ വാഹനമൊക്കെ ഓടിക്കുമ്പോൾ ചെറിയൊരു പ്രോബ്ലംസ് വളരെ കൃത്യമായി നമുക്കറിയാം. റെഡ് കട്ട് ചെയ്താൽ ഇത്ര, സ്പീഡ് ലംഘിച്ചാൽ 10% കൂട്ടിക്കഴിഞ്ഞാൽ ഇത്ര എന്നൊക്കെ അതിന് കൃത്യമായ ഫൈൻസൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതും അവർ വരും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു പ്രോബ്ലം സംഭവിച്ചു, നമ്മളെ ബിസിനസ്സിനകത്ത് ഒരു കൃത്യമായി അവർക്ക് എഴുതി കൊടുത്ത സാധനം ഒന്ന് വയലേറ്റ് ചെയ്തു. അവർക്ക് തന്നെ അറിയാം ഞാൻ ഇന്നത് വയലേറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് കിട്ടാൻ പോകുന്നത് ഇതാണ്. ഇവിടെ നമ്മൾ 60 സ്പീഡിൽ പോകുന്നിടത്ത് 80 സ്പീഡിൽ പോകുമ്പോൾ നമുക്കറിയാം എനിക്ക് കിട്ടാൻ പോകുന്നത് ഇന്നതാണെന്ന് ഓട്ടോമാറ്റിക്കലി അറിയാം. വേറൊരാൾ പുറത്തുനിന്ന് ഒന്നും പറയേണ്ട ആവശ്യമില്ല എന്ന രീതിയിൽ നമ്മളത് എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, പലരും പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. എല്ലാവരും റൂൾസിനെ ഒരുപോലെ എടുത്തോളണമെന്നില്ല. അപ്പോൾ
എന്താ അത്തരത്തിലൊരു സിസ്റ്റത്തിന് ഡാമേജ് വരുന്ന ഒരു ആക്ടിവിറ്റി അവർ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി നമ്മളുടെ കുഞ്ഞിന് അത് എഫക്റ്റ് ചെയ്യണം. അത് വീണ്ടും വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിലേ സാധ്യമാവുള്ളൂ എന്നുള്ളതാണ് വസ്തുത. നമ്മളുടെ സമ്പാദ്യം അല്ലെങ്കിൽ നമ്മളുടെ സമയം എന്തോ ആയിക്കോട്ടെ അത് അതിലോട്ട് ഇൻവെസ്റ്റഡ് അല്ലെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റഡ് അല്ല എന്നാണ്. ഇഫ് യു ആർ നോട്ട് ഇൻവെസ്റ്റിംഗ് യു ആർ നോട്ട് ഇൻട്രസ്റ്റഡ്. മാത്രമല്ല ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഒരു വാഹനം പാർക്ക് ചെയ്യുന്നിടത്ത് നോട്ട് പാർക്കിംഗ് മാത്രമേ ഉണ്ടാവും. എല്ലാവരും പിന്നെ അതിൻ്റെ ചുവട്ടിൽ പാർക്ക് ചെയ്യും കൊണ്ടുപോയിട്ട്. കാരണം എന്താ വെച്ചാൽ അവിടെ ഓൾറെഡി നല്ല ആളുകളൊന്നും പാർക്ക് ചെയ്യാത്തതുകൊണ്ട് മറ്റുള്ളവന് പാർക്ക് ചെയ്യാൻ സൗകര്യത്തിന് അവിടെ കാലി കിടക്കുന്നുണ്ടാവും, സുഖമായിട്ട് കൊണ്ടുപോയി പാർക്ക് ചെയ്യും. അതെ. ഇപ്പം ഇവിടെയൊക്കെ ആണെങ്കിൽ നോട്ട് പാർക്കിംഗ് എഴുതി അതിൻ്റെ താഴെ 1000 ദിർഹംസും കൂടെ എഴുതി ഒരു വണ്ടി അവിടെ പാർക്ക് ചെയ്യും. നല്ലൊരു പെയിൻ അവിടെ ഉണ്ട്. 1000 ദിർഹംസാണ്, ചെറുതല്ല. ശരിക്കും നമ്മുടെയൊക്കെ നാട്ടിൽ ഇതുപോലത്തുള്ള ഫൈന് ചെറുതായതുകൊണ്ടാണ് വീണ്ടും വയലേഷൻസ് നടക്കുന്നത്. ഫൈൻസ് വലിയ ഫൈൻസ് ഇടുമ്പോൾ അവിടെ കാര്യങ്ങൾ നടക്കുന്നു. ഇതിനേക്കാൾ ഒന്നും കൂടെ വലിയ ഫൈൻ എടുക്കുമ്പോൾ ഇതിനേക്കാൾ വലിയ സ്ഥലങ്ങൾ വളരെ കൃത്യത നടക്കുന്നു. ഇപ്പോൾ ഇവിടെയൊക്കെ 1000 ആണെങ്കിൽ ഇനി നമ്മൾ ഇതിനേക്കാൾ മറ്റുള്ള യൂറോപ്യൻ നാട്ടിലൊക്കെ ഇതിനേക്കാൾ വലിയ ഫൈൻസാണ്. അതുകൊണ്ട് അവിടെ എല്ലാ റൂൾസും വളരെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫൈൻസ് ഇടുന്നത് ഒരു ആളെ ബുദ്ധിമുട്ടിക്കാനല്ല, ആ നാടിനെയും അല്ലെങ്കിൽ ആ കമ്പനിയെ നമ്മൾക്ക് അങ്ങോട്ട് വരാം. നമ്മളൊരു കമ്പനിയിൽ ഫൈൻസ് വെക്കുന്നത് ഇതുപോലുള്ള റെഗുലേഷൻസ് തെറ്റുമ്പോൾ ഇന്നതാണ് എന്ന് വെക്കുന്നത് പോലും ആ കമ്പനിയെ വളർത്താൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അത് സുഖമായിട്ട് ആരെങ്കിലും മറ്റുള്ളവരൊക്കെ അത് റൂൾസ് തെറ്റിക്കും. അത് മെല്ലെ വീണ്ടും പഴയ ആ സിറ്റുവേഷനിലേക്ക് തന്നെ തിരിച്ചു വരും. തീർച്ചയായിട്ടും. അതെ, അവിടെ പെയിന് വരണം. ഞാനിപ്പോൾ ഇതൊരു ഇടായിട്ട് ഇപ്പോൾ ഒന്ന് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഞാനത് സാധാരണ നമ്മുടെ ഷോപ്പിനകത്ത് നിൽക്കുന്ന ആളുകൾക്ക് ചെറിയൊരു ഫൈനാണെങ്കിൽ ഞാൻ ഫൈന് കൂടുതൽ കൊടുത്തത് അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ബ്രാഞ്ച് മാനേജേഴ്സ് അതിൻ്റെ മുകളിൽ അതിൻ്റെയൊക്കെ ഇരട്ടിയായിട്ടാണ് ഫൈന് കൊടുത്തിട്ടുള്ളത്. കാരണം എന്താ പറയുക, ഇവർക്കാണ് കുറച്ചും കൂടി പവർ കൂടുക. ഇപ്പോൾ ഒരു ബില്ലടിക്കാതെ കൊടുക്കുക, എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ഈ പവറുള്ളവർക്കാണ് കൂടുതൽ കഴിയുക. അപ്പോൾ അവർക്കാണ് നമ്മൾ കൂടുതൽ ഫൈന് ഇഷ്യൂ ചെയ്തത്. അപ്പോൾ ഈ ഒരു രീതി പറയാൻ കാരണം ഇവിടെ എന്ത് എന്നുള്ളതിനെ കുറിച്ചല്ല, ഇത് നമ്മുടെ എൻ്റർപ്രണേഴ്സ് എല്ലാവരും അല്ലെങ്കിൽ നമ്മുടെ ഇത് കേൾക്കുന്ന ആളുകളെല്ലാവരും. ഞാൻ ഇതൊരു മാസം മുമ്പ് കേട്ടതാണ്, ഒരു വർഷം മുമ്പ് ഫസ്റ്റ് ഞാൻ സിസ്റ്റം ചെയ്യാൻ വേണ്ടി എൻ്റെ കമ്പനിയിലേക്ക് വരുമ്പോൾ എന്നോട് ആദ്യം പറഞ്ഞതാണ് ഫൈന് ഇഷ്യൂ ചെയ്തിട്ട് വേണം ഇത് കൊണ്ടുവരാൻ. ഇപ്പോഴാണ് ഞാനത് നടപ്പിലാക്കുന്നത്. അന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയേ അതൊന്നും നടക്കില്ല. പക്ഷെ ഇപ്പോഴാണിത് നടത്താൻ പറ്റിയത് എന്ന പോലെ ഇത് കേൾക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞു ഇരിക്കുകയാണ്. ഇത് ചെയ്താലേ നമ്മുടെ കുഞ്ഞ് വളരണ്ടേ എന്ന തീരുമാനമാണ് ഇവിടെ എടുക്കുന്നത്. എന്താ നിയാസിക്ക് എന്തോ പറയാമെന്ന്? ഞാൻ പറയാമെന്ന് വെച്ചാല് അനിക്ക പറയാറുണ്ട്, നമ്മുടെ പണ്ട് കാലത്ത് നമ്മളെ വള്ളുവനാടില് നമ്മളെ നാട്ടില് വരെ ചെറിയ പിരിവ് വരെ അന്ന് കാലത്തൊക്കെ നടന്നിരുന്നു. അതൊരു സിസ്റ്റമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് സിസ്റ്റത്തിന്റെ ഒരു ഭാഗം തന്നെ ഈ ഫൈൻ. അല്ലേ, അത് ശരിക്കും അന്ന് പറയാനുള്ളതാണ്. കാരണം എന്താ പറയുക, നമ്മുടെ നാട്ടിലേക്ക് ആര് ടിപ്പു സുൽത്താൻ വന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ. അവിടെ വരുന്ന സമയത്ത് പഴയ കാലത്ത് മാറുമറക്കാത്ത ആളുകൾ അവിടെ വെച്ച് കാണുമ്പോൾ മൈസൂരിൽ നിന്ന് ഡ്രസ്സ് കൊടുന്ന് ഇവിടെ വിതരണം ചെയ്തു. ഇന്ന് നമ്മളടുത്ത് കമ്പ്യൂട്ടർ ഉണ്ട്, അവിടെയുള്ള സ്റ്റോക്ക് എത്രയുണ്ട്, ഇവിടെയുള്ള സ്റ്റോക്ക് എത്ര ഉണ്ട്, ഇപ്പം ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പനിക്കൊക്കെ. ഇത്രയൊക്കെ സിസ്റ്റം ഉണ്ടായാലും അതിൽ ഒരുപാട് പ്രശ്നങ്ങളാണ്. ഇന്ന് ഇവിടെ അന്ന് അവർക്ക് നമ്മുടെ അവിടെ നിൽക്കുന്ന സമയത്ത് മൈസൂരിൽ എന്ത് നടക്കുമെന്ന് അറിയാൻ യാതൊരു മാർഗമില്ലാത്ത സമയത്ത് കൃത്യമായി അത് ഇവിടെ വിതരണം ചെയ്തു എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത ആളുകളടുത്ത് അന്നുണ്ടായിരുന്ന സിസ്റ്റം എന്തായിരുന്നു? അതെ, കാരണം അവരടുത്ത് ഒന്നുമില്ല, ഒരു ടെലിഫോണോ ഒന്നുമില്ല. എന്നിട്ട് ഇവർ യാത്ര ചെയ്യുന്ന സ്ഥലത്ത് പ്രശ്നങ്ങൾ കാണുന്നു, അവിടുത്തെ പ്രശ്നങ്ങൾ തീർക്കുന്നു, അടുത്ത ലെവലിലേക്ക് പോകുന്നു. അപ്പം നമ്മൾ എന്നിട്ട് ഇതൊക്കെ ഉണ്ടായിട്ടും ഇപ്പോഴും അതൊന്നും വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതാണ് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞതെന്ന് ഓർക്കുന്നു. അത് മാത്രമല്ല, അന്ന് നമുക്ക് അങ്ങനെയുള്ള ഒരാളുകൾ ഉണ്ടായിരുന്ന കാലത്ത് നമുക്ക് പറയാനൊരു താജ്മഹൽ ഉണ്ട്, കുത്തബ് മിനാർ ഉണ്ട്, ഇങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. ഇത് ദുബായിനായിട്ട് ഇങ്ങോട്ട് കണക്ട് ചെയ്യണമെങ്കിൽ, ഇപ്പൊ യു എയിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ ഇന്ന് ബുർജുൽ ഖലീഫ വരെ എത്തി, ഇനിയും ഇതിന്റെ മുകളിലേക്കുള്ള വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാണെന്നാ പറയുന്നത്. സിസ്റ്റം വേണം. സിസ്റ്റം വരുമ്പോ അതിൻ്റെതായ ഫൈന് കാര്യങ്ങളൊക്കെ വേണം. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ പറഞ്ഞപ്പോൾ ഇവിടുന്ന് റോഡ് മാർഗം പോവാണ്, പോക്കറ്റ് റോഡ് മിസ്സായി. എക്സാമ്പിൾ പറയാം, ഒരു പോക്കറ്റ് റോഡ് കണ്ട് മിസ്സായി, പിന്നെ എങ്ങനെ പോകണം? ഒരുപാട് ചുറ്റി കറങ്ങിയിട്ട് അടുത്ത പോക്കറ്റ് റോഡ് കിട്ടുന്നത് വരെ ഇവിടുന്ന് പോകണം. ഫൈനിന്റെ നമ്മുടെ നാട്ടിലത്തെ ഈ ഫൈൻ ഒരു 50 രൂപയിൽ 100 രൂപയിൽ ഒതുക്കുന്നത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ആ സിസ്റ്റം ഉണ്ടെങ്കിൽ ആ പോക്കറ്റ് റോഡ് വണ്ടി തിരിച്ചു വരും.
വന്ന് കയറി ഇതിൽ കൂടെ പോകും. അത് UAE ചെയ്യൂല. അതുകൊണ്ട് ഇവിടെ ബുർജ് ഖലീഫ പോലത്തെ ഇനിയും ഒരുപാട് സംഗതികൾ വരുന്നു. ഇന്ത്യയിൽ ഇപ്പോഴും കീപ്പോട്ടാണ്. ഇപ്പൊ ഞാൻ പറയുന്ന എക്സാമ്പിൾ 2006 ഞാൻ 2007 ഞാൻ UAE അന്ന് ഒരു ദിർഹംസിന് ഇന്ത്യയിലേക്ക് പോയിരുന്നത് 16 രൂപയായിരുന്നു. ഇന്ന് ഒരു ദിർഹംസിന് പോകുന്നത് 23, 22 ചില്ലാൻ 23 രൂപന്റെ അടുത്താണ്. അപ്പൊ ഇന്ത്യ കീപ്പോട്ടാണ്. സിസ്റ്റം ഇംപ്ലിമെന്റേഷൻ എത്ര ടൈറ്റ് ആവുന്നു അത്രയും കമ്പനികൾ വളർന്നത് പോലെ തന്നെയാണ്. ഒരു രാജ്യം വളരുക എന്ന് പറയുന്നത് അവിടെ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടാണ്. അതുപോലെ തന്നെയാണ് കമ്പനി.